യേശുവിൻ്റെ രക്തത്താൽ ചീമറിക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. യേശുവേ, അങ്ങേക്ക് സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ രക്തത്താൽ ചീമറിക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. യേശുവേ, ആമേൻ. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചന ഘോഷിപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് മുഖാന്തരമാക്കി തന്ന പ്രിയ സാജുവത്തിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ഇപ്പോൾ തന്നെ ഏതാണ്ട് 5 മിനിറ്റ് 6 മിനിറ്റ് 7 മിനിറ്റോളം പോയിരിക്കുകയാണ്. എൻ്റെ മൈക്കിന് ഒരല്പം പ്രോബ്ലം. സൗണ്ട് ക്ലിയർ ആണോ എൻ്റെ സഹോദരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്കൊരു ഒരു വിശ്വാസക്കുറവുണ്ട്. കാരണം മൈക്കിൻ്റെ ചില പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് ദയവിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ചീമറിക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, മഹത്വം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെയും നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല അവസരം ദൈവം നമുക്ക് ഒരുക്കി തന്നു. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവിലവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കന്നഡ സോങ് ഒന്ന് പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഈ ലോകയാത്ര ആർക്കു വേണ്ടിയാണ്? നാം എല്ലാവരും ഒരു യാത്രയിലാണ്, ഒരു ഓട്ടത്തിലാണ്. അപ്പോൾ ആ ഓട്ടത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ഓട്ടത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അതേസമയം നമ്മുടെ കഷ്ടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം നമ്മുടെ അപ്പൻ്റെ പാദപീഠത്തിലൊന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, യേശുവേ, അങ്ങൻ്റെ വേദനകൾ അറിയുന്നല്ലോ അപ്പ, അങ്ങനോട് ഇടപെടണമേ എന്ന് നമുക്ക് ഈ പാട്ട് പാടുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം. ദൈവമായ കർത്താവിൽ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വരുവാനുള്ളവരും എത്രയും പെട്ടെന്ന് കടന്നു വരട്ടെ. ഇരിക്കുന്നവർ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളായിരിക്കുക. സ്വർഗം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മന്ന മറകുവാ ನನ್ನ ದೇವರೇ, ಕಣ್ಣೀರು ಒರೆಸುವ ನನ್ನ ಯೇಸುವೇ, ಮನ್ನ ಮರಗುವ ನನ್ನ ದೇವರೇ, ಕಣ್ಣೀರು ಒರೆಸುವ ನನ್ನ ಯೇಸುವೇ, ನನ್ನ ದೇವರೇ, ನನ್ನ ಯೇಸುವೇ, ನಿನ್ನೆ ಮರೆತು ನಾ ಪಾಡಲಾರರು, ನಿನ್ನೆ ಮರೆತು ನಾ ಪಾಡಲಾರರು. ಮನ್ನ ಮರಗುವ ನನ್ನ ದೇವರೇ, ಕಣ್ಣೀರು ಒರೆಸುವ ನನ್ನ ಯೇಸುವೇ, ಮನ್ನ ಮರಗುವ ನನ್ನ ದೇವರೇ, ಕಣ್ಣೀರು ಒರೆಸುವ ನನ್ನ ಯೇಸುವೇ. ನನ್ನ ಕಷ್ಟ ದುಃಖ ಯಾರಿಗೆ ಹೇಳುಲಯ್ಯ, ಈ ಲೋಕ ಯಾತ್ರೆಯೋಳು. ನನ್ನ ಕಷ್ಟ ದುಃಖ ಯಾರಿಗೆ ಹೇಳುಲಯ್ಯ, ಈ ಲೋಕ ಯಾತ್ರೆಯೋಳು. ಹೇಳುವುದಾದರೆ ಏಸಯ್ಯ, ಹೇಳುವುದಾದರೆ ಏಸಯ್ಯ, ನಿನ್ನ ಮುಂದೆ ಹೇಳಿನ ನಾನಳುವೆ, ನಿನ್ನ ಮುಂದೆ ಹೇಳಿ ನಾನಳುವೆ. ಮನ್ನ ಮರಗುವ ನನ್ನ ದೇವರೇ, ಕಣ್ಣೀರು ಒರೆಸುವ ನನ್ನ ಯೇಸುವೇ, ಮನ್ನ ಮರಗುವ
ನನ್ನ ದೇವರೇ ಕಣ್ಣೀರು ಒರೆಸುವ ನನ್ನ ಯೇಸುವೆ. ನಿನ್ನ ನುಡಿಯು ನನ್ನ ಜಯಟನಗೊಳಿಸುತ್ತದೆ ಅಪ್ಪತ್ತಿನ ಕಾಲದಲ್ಲಿ. ನಿನ್ನ ನುಡಿಯು ನನ್ನ ಜಯಟನಗೊಳಿಸುತ್ತದೆ ಅಪ್ಪತ್ತಿನ ಕಾಲದಲ್ಲಿ. ನನ್ನ ಶರಣನೇ ಏಸಯ್ಯ, ನನ್ನ ಶರಣನೇ ಏಸಯ್ಯ, ನನ್ನ ಭದ್ರವಾಡ ಕೋಟ ನಿನ್ನಯ್ಯ, ನನ್ನ ಬಡವಾಡ ಕೋಟ ನಿನ್ನಯ್ಯ. ಮನ್ನ ಮರಗುವ ನನ್ನ ದೇವರೇ ಕಣ್ಣೀರುಗೊರೆಸುವ ನನ್ನ ಯೇಸುವೆ. ಮನ್ನ ಮರಗುವ ನನ್ನ ದೇವರೇ ಕಣ್ಣೀರುಗೊರೆಸುವ ನನ್ನ ಯೇಸುವೆ. ಸೋಟ ಸಮಯದಲ್ಲಿ ನಿನ್ನ ದಿವ್ಯ ಹಸ್ತಲು ನನಗೆ ಬಲ ನೀಡಿದೆ. ಸೋಟ ಸಮಯದಲ್ಲಿ ನಿನ್ನ ದಿವ್ಯ ಹಸ್ತಲು ನನಗೆ ಬಲ ನೀಡಿದೆ. ನನ್ನ ಒಲ್ಲಿ ಪಾಲು ನಿನ್ನೆ ಏಸಯ್ಯ, ನನ್ನ ಒಲ್ಲಿ ಪಾಲು ನಿನ್ನೆ ಏಸಯ್ಯ. ನಿನ್ನ ರಾಜನೀತಿಗಾಗಿ ನಾನು ನುಡಿಯುವೆ ನಾಮೇ, ನಿನ್ನ ರಾಜನೀತಿಗಾಗಿ ನಾನು ನುಡಿಯುವೆ. ಮನ್ನ ಮರಗುವ ನನ್ನ ದೇವರೇ ಕಣ್ಣೀರುಗೊರೆಸುವ ನನ್ನ ಯೇಸುವೆ. ಮನ್ನ ಮರಗುವ ನನ್ನ ದೇವರೇ ಕಣ್ಣೀರುಗೊರೆಸುವ ನನ್ನ ಯೇಸುವೆ. കണ്ണീരുകൊരുസുവ ನನ್ನ യേശുവേ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവില്ലവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, അപ്പ ഈ വൈകിയ വേളയിൽ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്ന കർത്താവേ, അപ്പ വചനത്തിന്റെ മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവില്ലവരെ അനുഗ്രഹിച്ച് മാനിച്ചാട്ടെ. മാത്രമല്ല കർത്താവ് വരുവാനുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നവരെയും തക്ക സമയത്ത് കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിപ്പാൻ അടിയനെ ബലപ്പെടുത്തണം. ഇന്നത്തെ വചനത്തെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമേ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിന്റെ വരവും അല്പം ഒന്ന് താമസിച്ചു പോയല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം, ഒരു നല്ല സന്ദർഭം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ സമശിഷ്ടങ്ങൾ എത്രയോ പേർ മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. അനേകർ തീരാ രോഗികളെ കഷ്ടപ്പെടുന്നു. ഹോസ്പിറ്റലിലും മറ്റുമായി അഭയം പ്രാപിക്കുന്നു. ഭവനങ്ങളിൽ വിശ്രമിക്കുന്നു. എന്റെ പ്രിയരെ, അകാല മരണങ്ങൾക്കിരയായവർ ധാരാളം പേർ. ഹല്ലേലൂയ. എത്രയോ അനിഷ്ട സംഭവങ്ങളാണ് നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ നാളുകളായി. പ്രിയ ദൈവജനമേ, അരുമനാഥന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു. എത്ര പേർ മണവാളന്റെ വരവിനായി കാത്തിരിക്കുന്നു. എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ പ്രിയ ദൈവമക്കളെ ഒരല്പമായി ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്നത്, വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. പ്രിയ ദൈവ പൈതലേ, നാം എല്ലാവരും ഒരു വലിയ യാത്രയിലാണ്. ഹല്ലേലൂയ. ഒരു പ്രത്യാശയുള്ള ഒരു യാത്രയിലാണ്, വിശ്വാസമുള്ള ഒരു യാത്രയിലാണ്. നമുക്ക് എന്തോ ഒരു വിശ്വാസമുണ്ട്, ഒരു പ്രത്യാശ നമുക്കുണ്ട്. ദൈവ പൈതലേ, ഹല്ലേലൂയ. ആ പ്രത്യാശയോടെയും വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന ദൈവ പൈതലേ, മണവാളന്റെ വരവിനായി കാത്തിരിക്കുന്ന സഭയെ, മണവാട്ടിയെ നാം ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ നമുക്ക് മണവാളന്റെ വരവിങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ കഴിയുകയുള്ളൂ. മണവാളന്റെ ആ കാഹളത്തിന്റെ
ശബ്ദം കേൾക്കുവാൻ കഴിയുകയുള്ളൂ. അല്ല മറിച്ച് ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മണവാളന്റെ വരവിങ്കൽ കടന്നു പോകുവാൻ കഴിയുമോ സഹോദര? ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവ പൈതലേ, നമുക്ക് ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. 1 തെസ്സലോനി 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. 1 തെസ്സലോനി 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നവല്ലോ. പ്രിയരെ, യേശുവിന്റെ ക്രൂശീകരണത്തിന് മുൻപായി ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ് ഇത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, യേശുവിന്റെ വരവ് സമീപമായി. ദൈവ പൈതലെ ഒരുങ്ങിയിട്ടുണ്ടോ? അതോ ഹല്ലേലൂയ അങ്ങനെ അങ്ങ് ജീവിച്ച് മുമ്പോട്ട് പോവുകയാണോ? സഹോദര, ഹല്ലേലൂയ കർത്താവിന്റെ വരവ് സമീപമായി. സഹോദരി, അരുമനാഥന്റെ വരവ് സമീപമായി. മണവാളന്റെ വരവ് സമീപമായി. ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ നാം ചില പടികൾ നാം അത് അറിഞ്ഞ് നമ്മളത് പാലിച്ചുകൊണ്ട് വേണം നമുക്ക് ദൈവമക്കളായിരിക്കുന്ന നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നാം എന്താണ് ചെയ്യേണ്ടത്? ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് ഒരു ദൈവ പൈതൽ ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏത് നേരത്തും കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കാം എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ നാം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉണർന്നിരിക്കണം പ്രിയ ദൈവ പൈതലേ. ഹല്ലേലൂയ. പിന്നെ നാം മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, എന്തിനു വേണ്ടിയാണ് നാം ഉണർന്നിരിക്കേണ്ടുന്നത് എന്ന് ചോദിച്ചാൽ, യേശു വരാറായി. യേശു വരാറായി. പ്രിയരെ, യേശു വരാറായി. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തി അരുമനാഥന്റെ വരവിനായി നാം ഏത് നിമിഷവും അരുമനാഥന്റെ വരവുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഇപ്പോൾ കർത്താവ് വരും, കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും എന്നുള്ള ഒരു ചിന്ത, ആ ഒരു ചിന്തയാണ് നമ്മിൽ ഉണ്ടാകേണ്ടുന്നത്. ആകയാൽ നാം എന്ത് ചെയ്യണം? യേശു വരാറായി. അതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്ന നാം ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനിയിൽ 5:6 നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവും ഉള്ളവരായിരിക്കാം. നാം എന്ത് ചെയ്യണം? സുബോധമുള്ളവരായിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം എന്റെ ഹോസ്പിറ്റലിൽ ഒരു സ്ത്രീ, ഒരു ലേഡി ഡ്രിങ്ക്സ് യൂസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ, ഞങ്ങളുടെ സ്റ്റാഫാ, ഡ്രിങ്ക്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ വന്നു. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ സ്ത്രീകൾ ഡ്രിങ്ക്സ് ഉപയോഗിക്കുമെന്ന്. പക്ഷേ ആ സ്ത്രീ കടന്നു വന്ന ഒരു സീൻ എനിക്ക് ഇന്നും മറക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ആൾക്കാർ ഓടിക്കൂടിയ ഒരു സംഭവമാണ്. ഒരു സ്ത്രീയാണവൾ ഡ്രിങ്ക്സ് ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നിട്ട് വലിയ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാക്കുന്നത് കാണുവാനായിട്ട് ഇടയായിരുന്നു. പ്രിയ ദൈവ പൈതലേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, നാം എന്ത് ചെയ്യണം? സുബോധമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം സുബോധമുള്ളവരായിരിക്കണം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 25:13 പറയുന്നു, നാളും നാഴികയും നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. കർത്താവ് ഇന്ന് വരും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫെബ്രുവരി മാസം 12-ാം തീയതി 5 മണിക്ക് വരുമെന്നൊന്ന് അറിയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? 4:45 പോയി സ്നാനപ്പെടും. എന്നിട്ട് 4:45 അവർക്കൊരു മനസ്സാന്തരമൊക്കെ ഉണ്ടാവും. കർത്താവിന്റെ വരവിനായി അവർ ഓടിക്കൂടും മണവാളനോട് കൂടെ പോകാനായിട്ട്. അതുകൊണ്ട് ഇതൊക്കെ കർത്താവ് മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നാം എന്ത് ചെയ്യണം? നാളും നാഴികയും നിങ്ങൾ അറിയായ്ക കൊണ്ട് ദൈവജനമേ ഉണർന്നിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണർന്നിരിപ്പീൻ. പ്രിയരെ, മണവാളന്റെ വരവ് ഏത് നേരത്തും ഉണ്ടാകും. ഹല്ലേലൂയ. ഏത് നേരത്തും കർത്താവിന്റെ വരവുണ്ടാകും. പ്രിയരെ, ഉറങ്ങുവാൻ നമുക്കൊരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുവാൻ അവകാശമില്ല. അയ്യോ, കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടക്കാനൊന്നും ദൈവ പൈതലിന് സമയമില്ല. അതിന് ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? മണവാളൻ ഏത് നിമിഷവും വരും എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ പ്രിയരെ, എന്താണെന്നറിയാമോ? ഉണർന്നിരിക്കണം. ഏത് നേരത്തും ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ഈ
മാധ്യമത്തിൽ ആയിരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, എത്ര പേർ ഉണർന്നിരുന്ന പ്രാർത്ഥിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കൊരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. എന്റെ പ്രയർ ഗ്രൂപ്പിൽ 4:30 മണിക്കാണ് പ്രയർ ഇടുന്നത്, 4:30ക്കാണ് പ്രയർ ഇടുന്നത്. എന്റെ അഡ്മിന്മാർ ഉറക്കളച്ച് അവർ എഴുന്നേറ്റിരുന്ന അവരാ പ്രയർ ഇടും. 4:30ക്ക് പ്രയർ ഇടും. കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയറാ. എന്റെ പ്രിയരെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ വലിയ വിടുതലുണ്ട്, വലിയ അത്ഭുതമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് സമയത്ത് നാം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ടാകും, ആ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ടാകും. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, ഹല്ലേലൂയ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, കർത്താവിന്റെ വരവ് സമീപമായി. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് സമീപമായി. ആകയാൽ കാഹളത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതിനായിട്ട് നാം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഉണർന്നിരിക്കണം. എന്റെ പൊന്നാന്റി, ഇത് മാത്രം പറയില്ല, എന്റെ ചെവി അതിനുള്ളതല്ല. കാഹളത്തിന്റെ ശബ്ദം കേൾക്കാനാണെങ്കിൽ ഈ ലോകത്തിലേക്ക് ഞാൻ പിന്നെ എപ്പോഴാണ് കേൾക്കുന്നത്? ഹല്ലേലൂയ. ദൈവ പൈതലെ, വചനത്തിന് മുൻപിലായിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ദൈവത്തിന്റെ വരവിന്റെ ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കാനാ ദൈവം നമുക്ക് ചെവി തന്നിരിക്കുന്നത്. കണ്ടതെല്ലാം കേൾക്കാനല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുവാനല്ല. രണ്ടുപേർ കൂടി തമ്മിൽ അടിയുണ്ടാക്കുന്നിടത്ത് പോയി ഇങ്ങനെ കയ്യും കെട്ടി അങ്ങ് നിൽക്കും. എന്തോ എനിക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് അതിനൊന്നും അല്ല അവർ ജിതേന്ദ്രൻ പറയുന്നത് കേൾക്കാൻ പോയി നിൽക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണോ? കുഞ്ഞേ, ഇന്ന് ഈ വൈകിയ വേളയിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിനക്ക് ദൈവം തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സിനിമ പാട്ട് കേൾക്കാനല്ല, അനാവശ്യമായി നിനക്ക് ചാറ്റ് ചെയ്ത് ചെവിക്കാത്തോട് കേൾക്കാനൊന്നുമല്ല, അതിനല്ല. ഹല്ലേലൂയ. പിന്നെയോ, ദൈവം നിനക്ക് ചെവി തന്നിരിക്കുന്നത് ദൈവത്തിന്റെ കാഹളത്തിന്റെ ശബ്ദം നിന്റെ കാതുകളിൽ ധ്വനിക്കാനാ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേരുടെ ആമേൻ ഒന്ന് കാണുന്ന പോലും ഇല്ലല്ലോ എന്റെ സഹോദരങ്ങളെ. ആകയാൽ നമ്മുടെ കാതുകളെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നാം ഹല്ലേലൂയ ഒരുക്കി വെച്ചിരിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയരെ, ഇന്നത്തെ ലോകം ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. അനേകരിലും പ്രത്യാശ കുറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേകരിലും പ്രത്യാശ കുറഞ്ഞിരിക്കുന്നു. പലരും ഇപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ആഡംബര ജീവിതത്തിലേക്ക് അങ്ങ് മാറിയിരിക്കുക. ആഡംബരത്തിലും സുഖത്തിലും ഒക്കെ കഴിയാനാ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവിന്റെ വരവ് നിശ്ചയമാണ് കുഞ്ഞേ, യേശുവിന്റെ വരവ് നിശ്ചയമാണ്. ഹല്ലേലൂയ. എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ഒരു വിവാഹത്തിനും മറ്റുമൊക്കെ പോകണമെങ്കിൽ, ഹല്ലേലൂയ, 5 മണിക്ക് പോകണമെങ്കിൽ നമ്മുടെ സഹോദരിമാരൊക്കെ 1:30 മണിക്കൊക്കെ എഴുന്നേക്കും കേട്ടോ. രാത്രി 1:30ക്ക് എഴുന്നേറ്റിട്ട് അപ്പം മുതൽ എന്നാ ആ വീട്ടിലിരിക്കുന്ന എല്ലാരും പോകുന്നില്ലല്ലോ, ബാക്കി ഒരു 2-3 പേരെങ്കിലും വീട്ടിൽ കാണും. അവർക്ക് വേണ്ടുന്ന ആഹാരമൊക്കെ പാചകം ചെയ്ത് വെച്ചിട്ട് ആടിനും മാടിനും എല്ലാത്തിനും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് എല്ലാം ക്രമപ്പെടുത്തിയിട്ട് 5 മണിക്ക് പോകണമെങ്കിൽ 4:50 ആകുമ്പോഴത്തേക്ക് സ്പോട്ടിൽ ഉണ്ടാവും. എന്തിനാ അമ്മച്ചിമാര് സൈഡ് സീറ്റ് പിടിക്കാനായിട്ട് ഇടിയും ബഹളവും വെച്ച് പോയി നിൽക്കുന്നതാ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കുഞ്ഞേ, കർത്താവിന്റെ വരവിനായി നീ ഒരുങ്ങിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു വരുന്നത് കള്ളൻ രാത്രിയിൽ വരും പോലെ എന്ന് വചനം വ്യക്തമാക്കുന്നു. എന്താ കള്ളൻ വരുന്നതിന് പ്രത്യേകത? മണിയടിച്ചിട്ടാണോ, കോളിംഗ് ബെൽ അടിച്ചിട്ടാണോ കള്ളൻ വരുന്നത്? കുഞ്ഞേ, അവിടെ ആ വീട്ടിലെ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഏറ്റവും വില കുറവുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനല്ല ഈ കള്ളൻ വരുന്നത്. കള്ളൻ വരുന്നത് ഏറ്റവും വിലമതിപ്പുള്ള പൊരുളുകൾ എന്തൊക്കെയുണ്ടോ അത് തപ്പിപ്പിടിച്ച് അത് കൊണ്ടുപോകാനാ വരുന്നത്. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, ആകയാൽ നമ്മുടെ കർത്താവിന്റെ വരവും ഹല്ലേലൂയ ആരും അറിയത്തില്ല കേട്ടോ. ഒരുങ്ങിയിരിക്കുന്നവർ കടന്നു പോകും, മറ്റുള്ളവർ കൈവിടപ്പെട്ടു പോകും എന്നതിനെ കുറിച്ച് ഇന്ന് ഈ സന്ധ്യ, ഈ വൈകിയ വേളയിൽ നിങ്ങളോട് ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, ആകയാൽ കള്ളൻ വരുന്നത് രാത്രിയിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ പ്രിയ ദൈവ പൈതലെ, 1 തെസ്സലോനി 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങളെല്ലാവരും ഇരുട്ടിൽ ഉള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ പിന്നെയോ വെളിച്ചത്തിന്റെ മക്കളാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ യേശു വന്നാൽ എന്റെ പ്രിയരെ ഇരുട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സാന്നിധ്യം ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി വന്നാൽ
ആ വ്യക്തിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, യേശുവില്ലാത്തൊരു ജീവിതമാണ് ജീവിക്കുന്നതെന്ന്. കണ്ടതെല്ലാം ചെയ്യും, കണ്ടതെല്ലാം വിളിച്ചു പറയും, കണ്ടതെല്ലാം കാണിച്ചു കൂട്ടും, എന്നിട്ടോ യേശുവിന് പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയും ചെയ്യും. ഇതൊന്നും ദൈവം അംഗീകരിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, സത്യത്തിന് ചെവി കൊടുക്കണമെന്ന പറഞ്ഞതിന്റെ സത്യം, ഹല്ലേലൂയ. സത്യത്തിൽ നമ്മെ വെളിച്ചത്തിന്റെ മക്കളാക്കി വെച്ചിരിക്കുന്നത് ലോകത്തിന്റെ ഇരുട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ലോകത്തിന്റെ ഇരുട്ടാണ് പ്രിയരെ എന്ന് പറഞ്ഞാൽ പിന്മാറ്റമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്മാറ്റത്തെയാണ് അത് കുറിക്കുന്നത്. വചനം പറയുന്നു, ശേഷം മനുഷ്യരെ പോലെയല്ല, അന്ധകാരത്തിലുള്ളവർ അല്ല, ശേഷം ഉള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന സുബോധത്തോടെയും ഇരിക്ക എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഒരു കാര്യം കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഉണർന്നിരിക്കുന്നവർക്കാണ് പ്രതിഫലമുള്ളത്. ഹല്ലേലൂയ, ഉണർന്നിരിക്കുന്നവർക്കാണ് പ്രതിഫലമുള്ളത് എന്നത് നാം അറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഒരു ദൈവ പൈതലിന്റെ കരങ്ങളിൽ എന്തുണ്ടാകണമെന്ന് അറിയാമോ? വിളക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശം. നമുക്ക് ഈ ചരിത്രം എല്ലാവർക്കും അറിയാം. 10 കന്യകമാരെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല, എല്ലാവർക്കും അറിയാം. പ്രിയരെ, നമുക്കറിയാം, അല്ലെങ്കിൽ 5 പേർ ബുദ്ധി ഉണ്ടായിരുന്നവരും 5 പേരെ പറ്റി പറയുന്നത് ബുദ്ധി ഇല്ലാത്തവരെന്നുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം പ്രിയ ദൈവമക്കളെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നീ വിളക്കെടുത്തുകൊണ്ടാണോ പുറപ്പെട്ടിരിക്കുന്നത് എന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മീക യാത്രയിൽ, ഈ യാത്രയിൽ നിങ്ങളുടെ കരങ്ങളിൽ വിളക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ വിളക്ക് നിശ്ചയമായി നിന്റെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ കൂടെ വിടുവിക്കുവാൻ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ വിളക്ക് ആവശ്യമാണ്. വിളക്ക് തെളിയിച്ചുകൊണ്ട് നടക്കണം സഹോദരി, വിളക്ക് തെളിയിച്ചുകൊണ്ട് പോകണം സഹോദര. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ, നമ്മുടെ കരങ്ങളിൽ എന്തുണ്ടാകണം? വിളക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ആകയാൽ വിളക്ക് മറച്ചു വെക്കുവാനുള്ളതല്ല. ചിലരൊക്കെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, അയ്യോ ഞങ്ങളുടെ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ അത് വലിയ ബുദ്ധിമുട്ടാണ്, ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കും. പിന്നെ സ്നാനപ്പെട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന്. അതുകൊണ്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഹല്ലേലൂയ ജീവിക്കുന്ന എത്രയോ പേരെ കാണുവാൻ കഴിയുന്നു. കുഞ്ഞേ, ഹല്ലേലൂയ, ക്രൂസിന്റെ ഹല്ലേലൂയ വചനത്തെ, ഈ വചനത്തെ ഹല്ലേലൂയ നീ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ വചനം നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു സമയം നിനക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നീ ഇതെ മറച്ചു വെക്കുവാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരു കാലത്തിലും മുൻപോട്ട് വരുവാൻ കഴിയാതെ പോകും. പ്രൈസ് ദി ലോർഡ്. ആകെ പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നീ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കണം. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എന്റെ ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നിട്ടുണ്ടല്ലെങ്കിൽ നമുക്ക് ദാനമായി തന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ സഹോദരി, ഹല്ലേലൂയ, നീ രക്ഷിക്കപ്പെട്ട നാളിൽ നീ പ്രാർത്ഥിക്കുവാനായിട്ട് 1 മണിക്കൂർ എടുത്തിരുന്നില്ലേ? ഇപ്പോൾ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആ 1 മണിക്കൂർ എന്നുള്ളത് 3/4 മണിക്കൂറായി മാറി. 3/4 മണിക്കൂർ എന്നുള്ളത് അത് അരമണിക്കൂറായി മാറി. പിന്നെ അത് 1/4 മണിക്കൂറായി മാറി. പിന്നീട് അത് 10 മിനിറ്റായി, 5 മിനിറ്റായി. ഇപ്പോൾ ചോദിച്ചാൽ എന്താ പറയുന്ന അറിയാമോ? എന്റെ സിസ്റ്റർ, എനിക്ക് സമയമില്ല. സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് വന്നേനെ. പിന്നെ ദൈവദാസന്മാരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴേ, പ്രസംഗിക്കാൻ പറയുമ്പോൾ അവര് പറയുന്ന, സിസ്റ്ററെ അടുത്ത ആഴ്ചയിലാണെങ്കിൽ ഞാൻ വരെ, ഈ ആഴ്ചയിൽ എനിക്ക് സമയമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഞാനൊരു കാര്യം നിങ്ങളോട് വ്യക്തമായി വിളിച്ചു പറയട്ടെ. കർത്താവിന്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി നീ പോരാടുന്നതിൽ ഹല്ലേലൂയ തിരക്കേറിയ ഒരു വ്യക്തിയായി മാറട്ടെ. അതേ വിട്ടിട്ട് നിന്റെ ഭൗതിക നന്മകളെ കുറിച്ചോ ഭൗതിക കാര്യത്തിന് വേണ്ടി നീ ഓടിയാൽ നീ ഓടുന്നത് വെറും ജീറോവായി മാറും. ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല എന്നത് വ്യക്തമായി വിളിച്ചു പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ലജ്ജ കൂടാതെ ദൈവത്തെ സ്തുതിക്കണം. ലജ്ജ കൂടാതെ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കണമെന്ന് അതിന്റെ അർത്ഥം. നീ കണ്ടിട്ടില്ലേ, ചില വിസിറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ചില വീടുകളിൽ ചെല്ലുമ്പോഴേക്കും ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചിലർ அப்படியே അങ്ങനെ പയ്യെ അങ്ങ് ഒഴിയും,
ഒച്ചു വലിയുന്ന പോലെ പുറകോട്ട് വലിയുന്നത് കാണുവാൻ കഴിയും. കാരണം ചില വീടുകളിൽ മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, ചില സഹോദരന്മാർക്ക് മാത്രമേ കൈ കൊടുക്കുകയുള്ളൂ, ചില സഹോദരിമാർക്ക് മാത്രമേ കൈ കൊടുക്കത്തുള്ളൂ. പ്രൈസലോട് പിടിച്ചങ്ങ് കുലുക്കും. അല്ലാത്തവർ വരുമ്പോഴത്തെ കണ്ണിറുക്കി അങ്ങ് അടച്ചു വെച്ചോണ്ടിരിക്കും. പ്രാർത്ഥനയാ, സ്വോത്രം പറച്ചില്ല. എന്റെ കുഞ്ഞെ, അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇതൊക്കെ കർത്താവ് കാണുന്നതിന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവിടെ വിട്ട് പോരട്ടെ. ആകയാൽ വിളക്ക് കുഞ്ഞാടാകുന്ന ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ നീ തെളിയിച്ചുകൊണ്ട് ഈ നാളുകളായി നീ മുൻപോട്ട് പോകുവാൻ ഒരുങ്ങണമേ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ അല്ലെങ്കിൽ കർത്താവിന്റെ വലിയ സാന്നിധ്യം അപ്പോൾ നിനക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ചിലരുടെ ശുശ്രൂഷയിൽ രോഗസൗഖ്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. ചിലയിടത്ത് ഇതൊന്നും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്റെ ആരാധനയിൽ വിടുതൽ ഉണ്ടാകണം, രോഗികൾ സൗഖ്യപ്പെടാകണം, ഭൂതങ്ങൾ പുറത്താക്കപ്പെടണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പാപികൾ മാനസാന്തരപ്പെടണം. നമ്മൾക്ക് കൊടുക്കുന്ന ശുശ്രൂഷയിൽ ദൈവത്തെ നാം മഹിമപ്പെടുത്തുമ്പോൾ നിശ്ചയമായും പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തന്നെ ചെയ്യും. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, പലരുടെയും വിളക്ക് പ്രകാശിക്കുന്നില്ല എന്നതാണ് അത് സത്യം. പ്രൈസ് ദി ലോർഡ്. പലരുടെയും വിളക്ക് പ്രകാശിക്കുന്നില്ല, അതൊക്കെയും കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. കരിന്തിരി കത്തുന്ന അവസ്ഥ. കുഞ്ഞേ, നിന്റെ വിളക്ക് പ്രകാശിച്ചു കൊണ്ടിരിക്കണം കേട്ടോ. അത് കരിന്തിരി കത്താനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മൂന്നാമതായിട്ട് എണ്ണ എടുക്കണം, എണ്ണ ഉണ്ടാവണം. വിളക്കെടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാകണം? എണ്ണ ഉണ്ടാകണം. എണ്ണ. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയുള്ളവരോ വിളക്കോട് കൂടി അവർ എന്ത് ചെയ്തു? ഹല്ലേലൂയ, പാത്രത്തിൽ എണ്ണയും എടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, 10 കന്യകമാരിൽ 5 പേരെ ബുദ്ധി ഉള്ളവരെന്ന് വിശേഷിപ്പിച്ചിരുന്നുവല്ലോ. ആ ബുദ്ധി ഉണ്ടായിരുന്നവർ അവരെന്ത് ചെയ്തു? അവരെടുത്ത വിളക്കിൽ അവർക്ക് കൂടെ അവർ എണ്ണയും കരുതിയിരുന്നു. എന്നാൽ ബുദ്ധി ഇല്ലാത്തവരോ അവർ എണ്ണ കരുതിയിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ മണവാളൻ വന്നു കഥകൾ തട്ടുമ്പോൾ അതിൽ ദൈവ പൈതലേ, ബുദ്ധിയുള്ളവർ അവരുടെ വിളക്ക് തെളിയിച്ചു, മണവാളനോട് കൂടെ കടന്നുപോയി. എന്നാൽ ബുദ്ധി ഇല്ലാത്തവരോ അവരെന്ത് ചെയ്തെന്നറിയാമോ? ആ സമയത്ത് അവർ വിളക്ക് തെളിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവരുടെ വിളക്കിൽ എണ്ണയില്ല. പ്രൈസ് ദി ലോർഡ്. അവർ ഓടിപ്പോയി ബുദ്ധിയുള്ളവരോട് ചോദിച്ചു, ഞങ്ങൾക്കും കൂടെ അല്പം എണ്ണ കടം തരണമേ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, അവരെന്താ പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ. അവർ പറഞ്ഞത്, നിങ്ങൾക്ക് തന്നാൽ ഹല്ലേലൂയ നിങ്ങൾക്കും ഞങ്ങൾക്കും പോരാതെ വരും. അതുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി എണ്ണ ശേഖരിപ്പീൻ എന്ന് പറയുകയുണ്ടായി. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. ചിലർ വിളക്ക് തെളിയിച്ചാൽ ദുർഗന്ധം വമിക്കും. എന്താണ് ദുർഗന്ധം എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പ്രിയ ദൈവമക്കളെ, ചിലർ വിളക്ക് തെളിയിച്ചാൽ കരിന്തിരി കത്തും. പ്രൈസ് ദി ലോർഡ്. സ്നേഹിതാ, പരിശുദ്ധാത്മാവാകുന്ന എണ്ണ വിളക്കിൽ ഇല്ലാതെ പോയാൽ നിന്റെ വിളക്ക് കരിന്തിരി കത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഈ വകകൾ ആണ് എന്ന വ്യക്തമായും വിളിച്ച് പറയുന്നു. ഇതൊക്കെയാണ് ചിലർ വിളക്ക് കത്തിക്കുമ്പോൾ അവരുടെ ആ വിളക്കിൽ നിന്ന് വരുന്ന കരിന്തിരിയുടെ ആ ഒരു ദുർഗന്ധം എന്ന് പറയുന്നത്. ഇവിടെ നാം വായിച്ച ലിസ്റ്റുകളാ. പലരും ഇന്ന് ഇതിൽ പലതും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഫോളോ ചെയ്തു വരികയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ മണവാളന്റെ വരവിങ്കിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി വേണം നാം മണവാളന്റെ വരവിങ്കിൽ പോകുവാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് പോകാനായിട്ട് കഴിയാതെ വരും. ആകയാൽ ഈ കാര്യങ്ങൾ ഒന്നുപോലും നാം പാലിച്ച് മുമ്പോട്ട് പോകരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പലരുടെയും വിളക്ക് തെളിയിച്ചാൽ വരുന്ന ദുർഗന്ധം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. ദൈവരാജ്യം പ്രൈസ് ദി ലോർഡ് ഇങ്ങനെയുള്ളവർ അവകാശമാക്കുകയില്ല. ദൈവരാജ്യം ഇങ്ങനെയുള്ളവർ അവകാശമാക്കുകയില്ല. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഒഴിച്ചവരുടെ വിളക്ക് തെളിയിച്ചാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഒരു ദൈവ പൈതൽ വിളക്ക് തെളിയിക്കുമ്പോൾ, വിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന അനുഭവങ്ങൾ ഈ കാര്യങ്ങളാണ് എന്നത് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. പ്രിയ ദൈവ പൈതലെ, കുഞ്ഞേ, നിന്റെ വിളക്കിൽ എണ്ണ കരുതിയിട്ടുണ്ടോ? ഇന്ന് ഈ വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വിളക്കിൽ നിങ്ങൾ എണ്ണ കരുതിയിട്ടുണ്ടോ?
പരിശുദ്ധാത്മാവാകുന്ന എണ്ണയെ കരുതിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ എണ്ണ കരുതുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ മണവാളന്റെ വരവിങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ കഴിയാതെ പോകും എന്നതും ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു പഴയ ഒരു പാട്ടിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. രാജനേശു വന്നിടും നീയൊരുങ്ങിയിട്ടുണ്ടോ? രാജനേശു വന്നിടും നീയൊരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? മൽപ്രിയ സോദര നിനക്കു വേണ്ടി തൻ സഹിച്ച കഷ്ടതയിൽ പങ്കെന്ന് നീ വഹിക്കുന്നുണ്ടോ? മൽപ്രിയ സോദര നിനക്കു വേണ്ടി തൻ സഹിച്ച കഷ്ടതയിൽ പങ്കെന്ന് നീ വഹിക്കുന്നുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവ പൈതലേ, ഇവിടെ 10 പേർ പുറപ്പെട്ടു. വളരെ ശ്രദ്ധിക്കണമേ. 10 പേർ പുറപ്പെട്ടു, ഒരുമിച്ചവർ കിടന്നുറങ്ങി. എന്നാൽ 5 പേരുടെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നു. 5 പേർ മണവാളനെ എതിരേറ്റു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. 5 പേരുടെ കയ്യിൽ എണ്ണ ഉണ്ടായിരുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഉറങ്ങിപ്പോയാൽ പരാജയമാണ്. ഹല്ലേലൂയ. ഉറങ്ങിപ്പോയാൽ പരാജയമാണ്. സഹോദരി, ഉറക്കത്തിലാണോ? സഹോദര, ഉറക്കത്തിലാണോ? അപ്പച്ച, അമ്മച്ചി, ഉറക്കത്തിലാണോ അതോ മയക്കത്തിലാണോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ എണ്ണ കരുതിയിട്ടുണ്ട്? ഇത് അന്ത്യകാലമാണ്. എത്ര പേർ എണ്ണ കരുതിയിട്ടുണ്ട്? ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25:5 ഇങ്ങനെ പറയുന്നു, എണ്ണ എടുത്തവരും എണ്ണ എടുക്കാത്തവരും ഒരുപോലെ ഉറങ്ങി. പ്രൈസ് ദി ലോർഡ്. എണ്ണ എടുത്തവരും എണ്ണ എടുക്കാത്തവരും ഒരുപോലെ ഉറങ്ങി. പ്രിയരെ, അഭിഷേകം പ്രാപിച്ചവരും അഭിഷേകം പ്രാപിക്കാത്തവരും എല്ലാം ഇപ്പോൾ ഉറക്കത്തിലാണ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്റെ അവസ്ഥ ഏത് നിലയിലാണ്? ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. കാഹളത്തിന്റെ ശബ്ദം കേട്ടാൽ ഹല്ലേലൂയ മണവാളനോട് കൂടെ ആമേൻ പോകുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? പ്രത്യാശയുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നമുക്കറിയാം ശിംശോൻ അഭിഷേകം വന്നപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അഭിഷേകം വന്നപ്പോൾ സിംഹത്തെ വലിച്ചു കീറി. ഹല്ലേലൂയ. എന്നാൽ ആത്മിക ജീവിതത്തിലെ മയക്കം അഥവാ മന്നത ശിംശോനെ എത്തിച്ചത് എവിടെയാണെന്നറിയാമോ? എന്റെ പ്രിയരെ, ദലീലയാകുന്ന ലോകത്തിന്റെ മടിയിൽ ആമേൻ ശിംശോൻ തല വെച്ച് ഉറങ്ങി. എന്ത് സംഭവിച്ചു? തന്റെ ശക്തി ഉൾക്കൊള്ളുന്ന ജഡ കത്തിരിച്ചു കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ലോകക്കാരെ പോലെ നാം ജീവിച്ചാൽ അഭിഷേകം നഷ്ടപ്പെടും കുഞ്ഞേ. ലോകക്കാരെ പോലെ നാം ജീവിച്ചാൽ അല്ലെങ്കിൽ കൃപകൾ നഷ്ടപ്പെടും. ലോകക്കാരെ പോലെ ജീവിച്ചാൽ വരങ്ങൾ നഷ്ടപ്പെടും, ആത്മീക അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും. നീ രക്ഷിക്കപ്പെട്ട നാളിൽ നിനക്കുണ്ടായിരുന്ന അഭിഷേകത്തിന്റെ വല്ലമൈ നിന്നിൽ നിന്ന് അതേ മാഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹിത, ഹല്ലേലൂയ. ഇന്ന് ഈ സന്ധ്യയുടെ വേളയിൽ എന്റെ പ്രിയരെ ഒന്ന് ചിന്തിച്ച് നോക്കണമേ. നമ്മുടെ മേൽ ദൈവം നമുക്ക് നൽകിയിരുന്ന അഭിഷേകത്തിന്റെ ശക്തി അതിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇപ്പോഴത്തെ ആരാധന കൂട്ടായ്മ എല്ലാം എവിടെയാണെന്നറിയാമോ? പാപത്തിന്റെ അന്ധകാരത്തിന്റെ ആ അടിമത്വത്തിലേക്ക് അങ്ങ് പോവുകയാ, ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. പലരും ഉറങ്ങിക്കിടക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിംശോൻ പാപത്തിൽ വഴുതി വീണപ്പോൾ എന്റെ പ്രിയരെ അവന്റെ 2 കണ്ണുകളും ദാഗോന്റെ ക്ഷേത്രത്തിൽ കുത്തിപ്പൊട്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, മല്ലനായ ഗോലിയാത്തിനെ നമുക്കറിയാം. മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് ഒറ്റ കല്ലുകൊണ്ട് വീഴ്ത്തിയ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അത് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അഭിഷേകത്തിന്റെ ശക്തി ദാവീദിന്റെ മേൽ ഇറങ്ങി വന്നത് കൊണ്ട് മല്ലനായ ഗോലിയാത്തിനെ താൻ ഒറ്റ കല്ലുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്തിയത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതേ ദാവീദ് ബത്ശേബയുടെ അരികിലേക്ക് താൻ പോയതിനാൽ പാപം ചെയ്യേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഇപ്പോൾ നിലവിളിക്കുകയാണ്. സങ്കീർത്തനം 51 ഇങ്ങനെ പറഞ്ഞു. ദാവീദ് നിലവിളിക്കുകയാണ്, ദൈവമേ എന്നെ നന്നായി കഴുകി പാപങ്ങളെ പോക്കണമേ. ദൈവമേ എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളെ പോക്കണമേ, എന്റെ ഹൃദയത്തെ വെടിപ്പാക്കണമേ. ഇന്ന് ഹല്ലേലൂയ എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാനായി കഴിയും? പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മയക്കത്തിൽ പോയാൽ എണ്ണ നഷ്ടപ്പെടും, ഹല്ലേലൂയ വിളക്ക് നഷ്ടപ്പെടും, ആത്മീക ജീവിതവും നിനക്ക് നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഞാൻ ഉറപ്പിക്കട്ടെ. സകലതും നഷ്ടമായി പോകും പ്രിയ ദൈവ പൈതലേ. ആകയാൽ ഹല്ലേലൂയ നാം എന്ത് ചെയ്യണം? പ്രതിഫലം വാങ്ങുവാനായിട്ട് നാം ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. യേശു പറയുന്നു ഞാൻ വരുമ്പോൾ ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കുമ്പോഴാണ് പ്രതിഫലമുള്ളത്. ഞാൻ വരുമ്പോൾ ഉണർന്നിരിക്കണം. ഏത് സമയത്തും യജമാനൻ വാതിലിൽ മുട്ടാം. ആയതിനാൽ ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ഹല്ലേലൂയ, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ യേശുവിന്റെ വരവിങ്കൽ എടുത്തു കൊള്ളപ്പെടുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യരുടെ പുസ്തകം 15:52 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാലത്ത് കാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, അന്ത്യകാഹളത്തിങ്കൽ ഹല്ലേലൂയ ഒരേ കൂരയ്ക്കുള്ളിൽ വസിക്കുന്നവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ കാണുകയില്ല. സഹോദരി ഒരുമിച്ച് കിടന്നിറങ്ങും. കാഹളനാദം കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട സഹോദരി ഹല്ലേലൂയ അരുമനാഥനോടുകൂടെ കടന്നു പോകും. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ കാണുകയില്ല. അവർ മണവാളന്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ലോകം ഇതുവരെയിലും കണ്ടിട്ടില്ലാത്ത ഒരു മഹാസംഭവം ആഗതമാകുവാൻ പോകുന്നു. ഹല്ലേലൂയ. അത് എന്റെ യേശുവിന്റെ വരവാണ്. ഹല്ലേലൂയ. ചരിത്രം കാണാത്ത, ഇതുവരെയിലും കണ്ടിട്ടില്ലാത്ത ഒരു മഹാസംഭവം ആഗതമാകുവാൻ പോകുന്നു. സഹോദരനെ, സഹോദരിയെ, അതിന് യേശുവിന്റെ വരവാണ്. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം ഇങ്ങനെ വ്യക്തമാക്കുന്നു, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. പ്രൈസ് ദി ലോർഡ്. താമസിക്കുകയില്ല. ഹല്ലേലൂയ. മത്തായി 24:44 പറയുന്നു, അങ്ങനെ നിങ്ങൾ നിനക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. യേശുവിന്റെ നാമത്തിൽ പ്രവചിച്ചവർ, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയവർ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് വ്യക്തമായി വിളിച്ചു പറയട്ടെ.
അങ്ങനെയൊക്കെ ജീവിച്ചവരിൽ പലരും കൈവിടപ്പെട്ടു പോകും. കർത്താവിന്റെ നാമവും പറഞ്ഞ് നടക്കും. പക്ഷേ ഹല്ലേലൂയ, ദൈവ പൈതലേ, ഒരിക്കലും അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. പ്രൈസിലോട് അവർ കർത്താവിനോടുകൂടെ മണവാളനോടുകൂടെ പോകുവാൻ അവർക്ക് കഴിയുമെന്ന് ചിന്തിക്കേണ്ട. അവർ കൈവിടപ്പെട്ടു പോകും. ഈ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവർ കൈവിടപ്പെട്ടു പോകും എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കുടുംബജീവിതം, ഹല്ലേലൂയ, ദൈവമക്കളെ, ഹല്ലേലൂയ, കുടുംബജീവിതം എന്നതും പ്രൈസ് ദി ലോർഡ്, ഇന്നത്തെ കുടുംബജീവിതം എന്ന് പറയുന്ന ഒന്നും സേഫ് അല്ല. ഹല്ലേലൂയ, ആർക്കും ആരുടെ കൂടെ വേണേലും ജീവിക്കാം. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ഒക്കെ വന്നെത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, ലോകം അതുപോലെ അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കിൽ നമ്മൾ കണ്ടു കാണാം, സ്വന്തം സഹോദരി ചേട്ടത്തിയുടെ ഭർത്താവിന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരു കുറേ ദിവസങ്ങളായി ആ ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു ലോകത്തിലാ വന്ന് അവള് തന്നെ പറയുന്നു, എന്റെ ചേച്ചി വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ എന്റെ ചേട്ടൻ വരുമ്പോ ഞാൻ കൊച്ചു കുഞ്ഞാന്ന്. കേട്ടോ, ഹല്ലേലൂയ, കാലത്തിന്റെ പോക്ക് അത്രമാത്രം ഹല്ലേലൂയ മോശമായ ഒരു നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവ പൈതലേ, ഹല്ലേലൂയ. പക്ഷേ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ കാഹളനാദത്തിങ്കൽ എടുത്തുകൊള്ളപ്പെടുവാൻ കഴിയുകയില്ല എന്നത് ഞാൻ വ്യക്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അനേക സഭകളിൽ യേശുവിന്റെ വരവിനെ കുറിച്ച് സംസാരിക്കാറേ ഇല്ല. പ്രൈസ് ദി ലോർഡ്, യേശുവിന്റെ വരവിനെ കുറിച്ച് അവർ സംസാരിക്കാറേ ഇല്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, പലരും ഇന്നും അനുഗ്രഹങ്ങൾ മതി, ബ്ലെസ്സിങ്സ് മാത്രം മതി. അവർക്കൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്, ഓരോ സഭകളിൽ അനുഗ്രഹത്തിന് ബ്ലെസ്സിങ്സിന്റെ പ്രസംഗങ്ങളാ. അത് മാത്രം മതി. അതിനപ്പുറം ഒരു ശാപം ഉണ്ടെന്നോ, ഒരു മരണമുണ്ടെന്നോ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നോ, കർത്താവിന് ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നെന്നോ, ഇതൊന്നും സഭകളിൽ പറയാറില്ല. ഹല്ലേലൂയ, ഇന്നെന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ഇന്നത്തെ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായി വിളിച്ച് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മണവാളന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ, പ്രിയ ദൈവ പൈതലേ, ലൂക്കോസിന്റെ സുവിശേഷം 21:26 പറയുന്നു. ഇനി കുറച്ച് അല്പ നിമിഷങ്ങൾ കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. അല്പം ചരിത്രത്തിലേക്ക് നമുക്ക് കയറി നമുക്കത് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ലൂക്കോസിന്റെ സുവിശേഷം 21 ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യൻ നിർജീവന്മാരായിത്തീരും എന്ന് വ്യക്തമാക്കുന്നു. അന്നെന്ന് പറഞ്ഞാൽ ദൈവ പൈതലെ, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെയായി ഉണ്ടാകും. യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും. അല്ലെങ്കിൽ ആകാശത്തിൽ പല കാഴ്ചകൾ ഉണ്ടാകുമെന്ന വചനം വ്യക്തമാക്കുന്നു. എല്ലാവർക്കും, എന്റെ പ്രിയരെ, അല്ലെങ്കിൽ എല്ലാവർക്കും അവിടേക്ക് പ്രവേശനം ഇല്ല സഹോദരങ്ങളെ, അത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, വെളിപ്പാട് പുസ്തകം 21:27 പറയുന്നു, കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടെങ്കിലേ പ്രവേശനമുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. ഒരു റെക്കമെൻഡേഷനും കർത്താവിന്റെ വരവെങ്കിൽ ഇല്ല എന്നത് അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്റെ വോട്ടർ ID നഷ്ടപ്പെട്ടു പോയി. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ ഉടനെ ഇവിടുത്തെ DMK-കാരെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് അതിന്റെ നമ്പർ ഒന്ന് തരണോ, എന്റെ വോട്ടർ ID. അതിന്റെ ഇലക്ഷൻ കഴിഞ്ഞത് കൊണ്ട് അവർക്ക് അതിന്റെ നമ്പർ മറ്റുമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അവർ പെട്ടെന്ന് റെക്കമെൻഡ് ചെയ്തു, പെട്ടെന്ന് അവരെനിക്ക് തന്നു. ഞാൻ ഇന്ന് തന്നെ അത് വാങ്ങിക്കുകയും ചെയ്തു. എന്റെ പ്രിയരെ, അത് ഈ ഭൂമിയിൽ നടക്കും. ഈ ഭൂമിയിൽ റെക്കമെൻഡേഷൻ ഉണ്ടാകും. പക്ഷേ അരുമനാഥന്റെ വരവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അന്ത്യകാഹളത്തെങ്കിൽ ഒരു രാഷ്ട്രീയക്കാർക്കോ ഒരു മത നേതാക്കന്മാർക്കോ അല്ലെ സമ്പത്തോ സമ്പന്നർക്കോ ആർക്കും തന്നെ ഒരു മനുഷ്യനും അല്ലെ ഒരു റെക്കമെൻഡേഷൻ ചെയ്യാൻ കഴിയുകയില്ല എന്നത് ഞാൻ വ്യക്തമായി വചനത്തിലൂടെ വിളിച്ച് പറയട്ടെ. വചനം വ്യക്തമാക്കുന്നു, ജീവ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടെങ്കിലേ പ്രവേശനമുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അശുദ്ധമായതും യാതൊന്നും മ്ലേച്ഛതയും പോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനത്തിൽ നാം വായിച്ചു കേട്ടല്ലോ ദൈവമക്കളെ, ജഡത്തിന്റെ പ്രവൃത്തികൾ, ഈ പ്രവൃത്തികളൊക്കെ വെച്ചുകൊണ്ടാണ് ഇന്നിക്ക് പലരും മുമ്പോട്ട് പോകുന്നത്. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ഏത് നിമിഷവും നാം ഉണർന്നിരിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, യേശു ഒരുക്കുന്ന ആ രാജ്യത്തിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ സഹോദരങ്ങളെ? കർത്താവിനെ കാണുവാൻ ആഗ്രഹമില്ലേ? യേശുവിനോട് സംസാരിക്കാൻ ആഗ്രഹമില്ലേ? യേശുവിന്റെ അഴക് അത് എങ്ങനെയാണെന്ന് അത് കാണുവാനുള്ള ആഗ്രഹമില്ലേ? എന്റെ പ്രിയരെ, പ്രൈസ് ദി
യേശു ഒരുക്കുന്ന ഹല്ലേലൂയ ആ മനോഹരമേറിയ ആ രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണ്ടേ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതിൻപടി മുൻപോട്ട് പോകണ്ടേ. എന്റെ പ്രിയരെ, മത്തായിയുടെ സുവിശേഷം 24:11 വാക്യത്തിൽ പറയുന്നു, കള്ള പ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. ഇതാണ് സത്യം, അതാണ് സത്യം. അങ്ങോട്ട് പോകണം, അവിടെ പറയണം, ഇവിടെ പറയണം, എന്തൊക്കെയോ പറഞ്ഞ് ജനങ്ങളെ കലക്കി മറിക്കുന്ന ചില വ്യക്തികൾ. ഹല്ലേലൂയ. പ്രിയരേ, മത്തായിയുടെ സുവിശേഷത്തിൽ 24 വീണ്ടും പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരുടെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. പ്രൈസ് ദി ലോർഡ്. മത്തായി 26 ഞാൻ പറഞ്ഞുവല്ലോ, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ജാതി ജാതിയോട് എതിർക്കും പ്രിയരെ, രാഷ്ട്രം രാഷ്ട്രത്തോട് എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെയായി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഭൂമിയുടെ സ്ഥിതി യെശയ്യാവ് പറയുന്നു. ഭൂമിയുടെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പുടുപടോ പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി അല്ലെങ്കിൽ കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, ഭൂമി ഒരു കാവൽ മാടം പോലെ ആകുന്നു എന്നാണ് അല്ലെങ്കിൽ വചനം വ്യക്തമാക്കുന്നത്. എന്റെ പ്രിയരെ, മനുഷ്യന് മാത്രമാണോ സ്വസ്ഥതയില്ലാതെ പോകുന്നത്? മനുഷ്യന് മാത്രമാണോ സമാധാനമില്ലാതെ പോകുന്നത്? അല്ലെങ്കിൽ നമ്മളെല്ലാം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഭൂമിയും ഹല്ലേലൂയ കിറുകിറാ കീറുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു എന്ന വചനം വ്യക്തമാക്കുന്ന പ്രിയരെ. ആകയാൽ അല്ലെ ദൈവ പൈതലേ നമുക്കുണരാം, ദേശമേ നമുക്കുണരാം, സഭയെ നമുക്കുണരാം, മണവാട്ടിയെ നമുക്കുണരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേശത്തിന് വിടുതലായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാമെന്നേ ഈ നാളുകളായി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദേശം ഉണരട്ടെ, ദേശം ഹല്ലേലൂയ ഓ എല്ലാവർക്കും എല്ലാവരിലേക്കും ഈ സത്യം കടന്നു ചെല്ലട്ടെ. യേശു വരാറായി ഇരിക്കുന്ന ഇടത്ത് ദൈവമക്കളെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുത്ത് ഹല്ലേലൂയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചാൽ, യേശുവേ, അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ അപ്പാ, അങ്ങയുടെ വരവെങ്കിൽ ഞങ്ങൾ എടുത്തുകൊള്ളപ്പെടണം അപ്പാ. അതിനായി എന്നെ ഒരുക്കണമേ, എന്നെ വിശുദ്ധിയോട് വേർപാടോടുകൂടെ കാണപ്പെടുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക കുഞ്ഞേ, പ്രാർത്ഥിച്ചു തുടങ്ങുക. ജീവിതത്തിലൊരു മാറ്റമുണ്ടാകട്ടെ, ജീവിതത്തിലൊരു വലിയ വ്യതിയാനം നമ്മൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഒരുക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ ഒറ്റവാക്കിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഷ്ടങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, മരണം ഇല്ലാത്ത ഹല്ലേലൂയ ദൈവമക്കളെ ഒരു സ്ഥലമാണ് നമ്മുടെ കർത്താവ് ഒരുക്കുന്നത്. അവിടെ കർത്താവ് തന്നെ വിളക്ക്. ഹല്ലേലൂയ. ഓൾ ഇൻ ഓൾ എന്റെ കർത്താവ് തന്നെയാ. എന്റെ അപ്പൻ ഒരുക്കുന്ന രാജ്യത്തിന്റെ ഓൾ ഇൻ ഓൾ എന്റെ കർത്താവ് തന്നെയാ. ആകെ പ്രിയമുള്ള ദൈവമക്കളെ, ആ മനോഹരമേറിയ ആ ദേശത്തേക്ക് പോകുവാനാ നിങ്ങൾ ഞാനും ഒക്കെ ഈ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആകയാൽ എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്നേഹിത, ഈ ലോകം നിനക്ക് സമാധാനം തരികയില്ല. ഹല്ലേലൂയ. ഈ ലോകം നിനക്ക് സമാധാനം തരികയില്ല. നാം അല്പം ഒന്ന് സന്തോഷത്തോടൊന്ന് പ്രാർത്ഥിച്ചു പാടി ഒന്ന് നാം കർത്താവിൽ നിന്ന് ബലപ്പെട്ട് വരുമ്പോൾ ആ പിശാചാണ് മറ്റൊരു കാര്യമായിട്ട് കടന്നു വരുന്നത്. അങ്ങനെ ജീവിതത്തിൽ നമ്മളെ പല വിധത്തിൽ അതിലെ പിശാചാണവൻ ശോധന ചെയ്തുകൊണ്ടിരിക്കുക. തകർന്നു പോകരുതേ കുഞ്ഞേ, അധൈര്യപ്പെട്ടു പോകരുതേ. യേശുവിന്റെ രാജ്യത്തിലേക്ക് കടന്നു പോകുവാൻ, കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നിരനിരയായി നാം മുൻപോട്ടിറങ്ങണം. എല്ലാ പ്രിയപ്പെട്ടവരും ശക്തമായി ഈ നാളുകളെ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വ്യക്തി ജീവിതങ്ങളിൽ ഒരു വലിയ മാറ്റമുണ്ടാകട്ടെ, സഭകളിൽ മാറ്റമുണ്ടാകട്ടെ, ദേശത്ത് മാറ്റമുണ്ടാകട്ടെ, രാജ്യത്ത് മാറ്റമുണ്ടാകട്ടെ. യേശുവിന്റെ വലിയ അത്ഭുത പ്രവൃത്തി നാളുകളായി കാണുവാൻ ഹല്ലേലൂയ ഇടയാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്? എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്? ഹല്ലേലൂയ. യേശു നിനക്ക് സമാധാനം തരും. ഇന്നേക്ക് ആരെങ്കിലും ആദ്യമായിട്ട് വചനം കേൾക്കുന്നുവെങ്കിൽ സഹോദര സഹോദരി, എന്റെ യേശു കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിലേക്ക് പോകുവാൻ പ്രൈസ് ദി ലോർഡ് വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ എന്ന് ഞാൻ ഉറപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പ്രിയമുള്ള ദൈവമക്കളെ, മണവാളന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ ഉണർന്നിരിക്കണം. ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുവാൻ അവകാശമില്ല. പ്രതിഫലം വാങ്ങുവാനായിട്ട് നാം ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ ഉണർന്നിരുന്നാൽ മാത്രം മതിയോ? നിന്റെ കയ്യിൽ വിളക്കുണ്ടാകണം, ആ വിളക്കിൽ എണ്ണയുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിളക്കിൽ കരിന്തിരി കത്താതെ വേണം. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന ഈ എണ്ണയെ നിറച്ചുകൊണ്ട് ഈ നാളുകളായി മുൻപോട്ട് പോകുവാൻ സ്വർഗം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഒരു പാട്ടിന്റെ ചില അടികൾ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നിങ്ങളും എന്നോട് ചേർന്ന് ഹല്ലേലൂയ പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാൺമാനാർത്തിയ കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്ത് താമസം. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാൺമാനാർത്തിയാൽ കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. എന്നൊമ്മേക്ക് വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാൺമാനാശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ, പ്രിയ ചാരയെത്തുമ്പോൾ, ആനന്ദ പരമാനന്ദം പ്രഭു. സ്വർലോകവാസം ഓർക്കുമ്പോൾ, പ്രിയ ചാരയെത്തുമ്പോൾ, ആനന്ദ പരമാനന്ദം പ്രഭു. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഈ വൈകിയ വേളയിൽ ഞങ്ങൾ കേട്ടതായി ഈ വചനത്തിന്റെ മുൻപിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നപ്പ, മണവാളന്റെ വരവിനായി ഞങ്ങൾ ഉണർന്നിരിക്കണം. മണവാളൻ ഏത് സമയത്തും കതകിൽ മുട്ടും. ആ സമയത്ത് കതകൾ തുറക്കുവാൻ വേണ്ടി ഞങ്ങൾ ഉണർന്നിരിക്കണം. പ്രതിഫലം വാങ്ങുവാൻ വേണ്ടി ഞങ്ങൾ ഉണർന്നിരിക്കണമെന്ന് ഞങ്ങൾ വചനത്തിലൂടെ കേട്ടുപ്പ. അങ്ങ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യം കണ്ണീരില്ലാത്ത, കഷ്ടങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, മുറവിളിയില്ലാത്ത, ശവക്കോട്ടയോ ശവസംസ്കാരമോ ഒന്നുമില്ലാത്ത ഒരു രാജ്യം എൻ്റെ അപ്പൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ അടിയങ്ങളെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. അടിയനെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. സകലയേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ആരംഭം മുതൽ അവസാനം വരെ കേട്ടുകൊണ്ടിരുന്ന, ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോടുള്ള നന്ദി ആരംഭത്തിൽ അറിയിക്കട്ടെ. അതിനുശേഷം ഒരു പ്രത്യേക കാര്യം പറയട്ടെ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പലർക്കും അറിയാം. യൂട്യൂബ് ചാനലിൽ റോസ്ലിൻ സുരേഷ് ഒഫീഷ്യൽ എന്നും റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്ന 2 ചാനൽ ഉണ്ട്. എന്നാൽ ആ ചാനലിൽ ഇപ്പോൾ ഞാൻ പുതുതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നൊരു പരമ്പര ഞാൻ എടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും, അത് അധിക സമയമില്ല, എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് 6 മിനിറ്റേ കാണത്തുള്ളൂ. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ആ പന്തി, അത് ഞാനൊന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്, അതൊരു എപ്പിസോഡായിട്ട് ഞാൻ എടുത്തു വരികയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ വളർത്തേണ്ടുന്ന രീതിയിൽ വളർത്താതെ കുഞ്ഞുങ്ങൾ പ്രായമാകുമ്പോൾ വേദനപ്പെടുന്ന മാതാപിതാക്കളുടെ ദുഃഖം കണ്ടുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് അങ്ങനെ ഒരു പ്രേരണ എനിക്ക് തന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആ ഒരു രീതി, അത് ഞാൻ വളരെയധികം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് ഞാൻ അത് എടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതെല്ലാവർക്കും അത് പ്രയോജനപ്പെടും. എല്ലാ ദിവസവും നിങ്ങൾ അത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആശ്വാസപ്രദമായ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും വചന ശുശ്രൂഷ, അതിൽ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുമെന്നതും ഞാൻ അറിയിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ റോസ് ഫാമിലിയുടെ എൻ്റെ അഡ്മിന്മാർ, എൻ്റെ മെമ്പേഴ്സ്, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ രാത്രി 9 മണി ബുധനാഴ്ചയായിരിക്കും എൻ്റെ മെസ്സേജ് എന്നത് ഞാൻ അറിയിച്ചു.
അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായി കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ പ്രിയരെ ഒരുങ്ങി കാത്തിരിക്കുക. മണവാളന്റെ വരവ് ഏത് സമയത്തും ഉണ്ട് എന്നത് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കും. ആ കേൾക്കുവാനായിട്ട് കാതുകളെ അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കി കാത്ത് ഇരിക്കണമേ എന്ന ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you all.